കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 8, 16 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു, ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ അത് പീഠത്തിന്മേൽ വയ്ക്കുന്നു. മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല. അറിയപ്പെടാതെയും വെളിച്ചത്ത് വരാതെയും ഇരിക്കുന്ന രഹസ്യവുമില്ല. ആകയാൽ നിങ്ങൾ എപ്രകാരമാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ ഉള്ളവന് പിന്നെയും നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉണ്ടെന്ന് അവൻ വിചാരിക്കുന്നത് കൂടെയും എടുക്കപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം ശരിക്കും സുവിശേഷത്തിനും ഈശോയ്ക്കും സാക്ഷ്യം വഹിക്കുന്നതിനെ പറ്റിയും ജീവിതം ഒരു സുവിശേഷ വേലയാക്കി മാറ്റണം എന്നതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന സുവിശേഷ വേലയാണ്, സുവിശേഷത്തിൻ്റെ ഭാഗമാണത്. അതുകൊണ്ടാണ് ആദ്യ ഭാഗത്തിൽ എഴുതി വച്ചിരിക്കുന്നത്, നമ്മൾ തിരി കത്തിച്ചിട്ട് ആരും അത് മൂടി വയ്ക്കില്ല, എൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നില്ല എന്ന് പറയുന്ന പോലെ ക്രിസ്തുവാകുന്ന പ്രകാശം സ്വീകരിച്ചവരാണ് നമ്മളെല്ലാവരും. അത് മൂടി വയ്ക്കാനോ അടച്ചു വയ്ക്കാനുള്ളതല്ല. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ക്രിസ്തുവിന് സാക്ഷിയായി ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിനും അവൻ്റെ സ്നേഹത്തിനും സാന്നിധ്യത്തിനും കാരുണ്യത്തിനും ദയയ്ക്കും ക്ഷമയ്ക്കും ക്രിസ്തുവിൻ്റെ സകല സ്വഭാവങ്ങൾക്കും സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടവനാണ് ഒരു ക്രിസ്ത്യാനി. അപ്പം അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ കാണുന്നത്, ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല. പിന്നെയോ അകത്ത് പ്രവേശിക്കുന്നവർക്കെല്ലാം വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് വയ്ക്കുന്നത്. ആ കാലഘട്ടത്തിലൊക്കെ ഒരു മുറിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു മൺപാത്രത്തിൽ ഇങ്ങനെ എണ്ണയെ കൊഴിച്ചാണ് തിരി കത്തിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ആ തിരി കത്തിക്കുമ്പോൾ ആ മുറിയിൽ മുഴുവൻ പ്രകാശമുണ്ട്. അത് കടത്തി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ആർക്കും ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള അന്ധകാരമാണ്. അപ്പോൾ ക്രിസ്തുവാകുന്ന പ്രകാശം നമ്മുടെ ഉള്ളിൽ ഇന്നോളം നമ്മൾ സ്വന്തമാക്കിയ പ്രകാശം, ദൈവവചനം, സങ്കീർത്തകൻ പറയുന്ന പോലെ വചനം പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം, ഇതിനകം നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ വചനം, കർത്താവിൻ്റെ കരുണ, സ്നേഹം, ഈശോയുടെ സാന്നിധ്യം, ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. അത് ലോകത്തിൻ്റെ മുമ്പിൽ പ്രകാശിക്കുന്നില്ല എങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് നമുക്ക് ലഭിച്ച വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും വെളിപ്പെടുത്തലുകൾ, പ്രകാശം, അതിൻ്റെ പ്രകാശം വെളിപ്പെടുത്തുന്ന പോലെ, വിളക്ക് പ്രകാശം വെളിപ്പെടുത്തുന്നത് പോലെ വെളിപ്പെടുത്തണമെന്നാണ് സുവിശേഷം ആരംഭത്തിൽ തന്നെ പറയുന്നത്. പിന്നീട് അങ്ങോട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഈ സത്യം നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റില്ല അധികം കാലം. ഒരിക്കലും ഇത് വെളിപ്പെടും. നമ്മൾ അനുഭവിച്ച നിത്യസത്യമായ പ്രകാശമായ യേശുവിനെ നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ജീവിതകാലത്ത് നമുക്ക് മൂടി വയ്ക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കില്ല. ഒരിക്കലും അവനെ കണ്ടുമുട്ടുന്ന സമയമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മറയ്ക്കാൻ പറ്റും? ഇന്നിപ്പോൾ ഈ ലോകത്ത് കർത്താവിൻ്റെ കണ്ണുകളിൽ നിന്നും മനുഷ്യൻ്റെ കണ്ണുകളിൽ നിന്നൊക്കെ നമ്മൾ പലതും മറച്ചും ഒളിച്ചും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതൊക്കെ വെളിപ്പെടുന്ന ഒരു സമയമുണ്ട്. കർത്താവിനെ കണ്ടുമുട്ടും, ഇതെല്ലാം വെളിപ്പെടും. ഒരുവൻ്റെ ജീവൻ്റെ പുസ്തകം തുറക്കുമ്പോൾ അവൻ ചെയ്തിട്ടുള്ള നന്മകൾക്കും തിന്മകൾക്കും പ്രതിഫലം സ്വീകരിക്കേണ്ടതിന് കർത്താവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ ഒരിക്കൽ വരണമെന്നാണ് വചനം പറയുന്നത്. ആ സമയത്ത് ഇതെല്ലാം വെളിപ്പെടും. അപ്പോൾ ഒന്നും മറഞ്ഞിരിക്കുകയല്ല. നമ്മളിന്നോളം ഒളിച്ചു പിടിച്ചതും കള്ളത്തരം കാണിച്ചതും നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം നമ്മുടെ ബന്ധങ്ങളിൽ പുലർത്തിയിട്ടുള്ള പാപകരമായ സ്വാധീനങ്ങളും, അല്ലെങ്കിൽ നാം നമ്മെ തന്നെ നല്ലവരാക്കി കാണിക്കാൻ ശ്രമിച്ച ആത്മീയ പരിഭാഷകളെല്ലാം എന്തൊക്കെ ആകട്ടെ, അതെല്ലാം വെളിപ്പെടും. നമ്മുടേതായതെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വെളിപ്പെടുന്ന ഒരു സമയമുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുവാൻ നടത്ത വചനം പറയുന്നത്. 4 വാക്യങ്ങൾ ഇതിനകത്തുള്ളൂ. 3ാമത്തെ വാക്യം, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുവാൻ. എന്താണ്? കർത്താവിൻ്റെ വചനം, ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയും, കേട്ടാൽ മാത്രം പോരാ, കേൾക്കുന്നതിനനുസരിച്ച് ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ പരിവർത്തനമുണ്ടാവുകയും മാറ്റമുണ്ടാവുകയും
ആ സ്നേഹത്തിലേക്ക് നമ്മൾ വളരുകയും ചെയ്യുന്നില്ലെങ്കിൽ അവസാന വചനം കൂട്ടിച്ചേർക്കുന്നതിനെന്നറിയോ? ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനുള്ളത് കൂടി കളയുന്ന പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു ആത്മീയ വളർച്ചയെക്കുറിച്ചാണ്. അവൻ അനുദിന ജീവിതത്തിൽ ആത്മീയ അധ്വാനം ചെയ്യുന്നത് കൊണ്ട് അവന് ഇത്തിരിയുണ്ട്, ആത്മീയതയുണ്ട്, ദൈവസ്നേഹമുണ്ട്. അവൻ ആ ദൈവസ്നേഹത്തിൽ അധ്വാനിക്കുന്നതുകൊണ്ട് കൂടുതൽ നൽകപ്പെടും. ലഭിച്ചതൊന്നും നമ്മൾ വ്യയം ചെയ്യുന്നില്ലെങ്കിൽ, അധ്വാനിക്കുന്നില്ല എങ്കിൽ, ഒരു താലന്ത് കിട്ടിയവനെ പോലെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഉള്ളതുകൂടി നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതാണ് സംഭവിക്കുന്നത്. അവിടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ് നമ്മൾ. മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ ഈ പരിശുദ്ധാത്മാവിൽ സ്ഥൈര്യം നൽകി ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൻ്റെ സാക്ഷികളാകാനുള്ള ഒരു സുവിശേഷത്തിൻ്റെ കരുത്ത് നൽകിയതാണ് സ്ഥൈര്യലേപനത്തിലൂടെ. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുമ്പോൾ അവൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷികളാകാൻ കാൽവരിയിൽ നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയായി നൽകി നിത്യസ്നേഹത്തിൻ്റെ സാക്ഷികളാകാനുള്ള വിളിയാണ് പരിശുദ്ധ കുർബാന നമുക്ക് തരുന്നത്. നിരന്തരമായ കുമ്പസാരം എന്ന കൂദാശയിലൂടെ കർത്താവിൻ്റെ നിത്യമായ കാരുണ്യത്തിൻ്റെ സാക്ഷികളായി നമ്മൾ മാറുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ അനുദിന ജീവിതത്തിൽ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ അനുഭവങ്ങൾ നാം സ്വീകരിക്കുകയും ഇതിൽ നമ്മൾ വളരാൻ ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്താൽ നമുക്കുള്ളതുപോലും നഷ്ടപ്പെട്ടു പോകുന്ന പറയുന്നത്. അതുകൊണ്ടല്ലേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ചിലരുടെ ആത്മീയ ജീവിതത്തിൽ ഒരു മാറ്റവും. 10 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ഇപ്പോഴും. 15 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ഇപ്പോഴും. 10 വർഷം മുമ്പ് 5 വചനം അറിയാമായിരുന്നു, ഇപ്പോഴും 5 വചനം തന്നെ അറിയത്തുള്ളൂ. ചിലപ്പോൾ 5 വചനം കൂടി ചിലർക്ക് മറന്നു പോയിട്ടുണ്ടാവും. അങ്ങനത്തെ, കാരണം നമുക്ക് ഒരു ആത്മീയ അധ്വാനം ചെയ്യുന്നതിനനുസരിച്ച് കർത്താവ് നമുക്ക് കൂടുതൽ നൽകിക്കൊണ്ടിരിക്കും. ആത്മീയ മണ്ഡലങ്ങളിൽ അത്രമാത്രം ഒരു ദൈവ പൈതൽ അധ്വാനിക്കാൻ, ദൈവസ്നേഹത്തിലും കർത്താവിൻ്റെ കാരുണ്യത്തോടുള്ള ബന്ധത്തിലും വിശുദ്ധ ജീവിതത്തിലേക്ക് ഒരു ദൈവ പൈതൽ അധ്വാനിക്കുന്നതിനനുസരിച്ച് അവന് കൂടുതൽ സ്വർഗം നൽകിക്കൊണ്ടേയിരിക്കും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നൊരു ആത്മീയ അധ്വാനമില്ലാതെ, പ്രാർത്ഥനയില്ല, ദൈവഭയമില്ല, ദൈവസ്നേഹവുമില്ല, അങ്ങനെ ഒന്നുമില്ലാതെ പരിശുദ്ധാത്മാവിനോട് പ്രത്യുത്തരിക്കാതെ കടന്നു പോകുന്നൊരു ജീവിതം എന്നും ആത്മീയ മന്ദതയിൽ തന്നെയായിരിക്കും. ഒരു വളർച്ച ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, ഉള്ളതുകൂടി നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് സുവിശേഷം പറഞ്ഞു വയ്ക്കുമ്പോൾ, ഒരു സുവിശേഷ വേലയുടെ ദൈവരാജ് അനുഭവത്തിൽ ജീവിക്കേണ്ടതിൻ്റെ യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി ഈ ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് സുവിശേഷം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന വെല്ലുവിളി. ഈ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് അനുദിന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൊക്കെ ഈശോയുടെ സ്നേഹവും ആ കാരുണ്യവും നമ്മൾ അനുഭവിക്കുന്ന, ഓരോ ദിവസം അനുഭവിക്കുന്ന ആ സ്നേഹത്തിൻ്റെ സാക്ഷികളായി തീരാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.